മാർക്ക് കാർണി കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രിയാകും. ലിബറൽ പാർട്ടി നേതൃസ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 85% വോട്ട് നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. ജനുവരിയിൽ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഐസൻ ജോസ് തുടരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ഐസൻ, വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് മാർക്ക് കാർണിയെ അടുത്ത കനേഡിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുന്നത്. കാരണം അമേരിക്കയുമായി അത്ര സ്വരച്ചേർച്ചയിലല്ല കാനഡ എന്നൊരു ഘട്ടമാണല്ലോ ഇത്. തീർച്ചയായും ദേവിക, അതുതന്നെയാണ് മാർക്ക് കാർണി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്കയുമായുള്ള ആ ഒരു പ്രശ്നം, അതായത് 25% താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു. അത് ഏത് രീതിയിലാണ് അത് നടപ്പാക്കപ്പെടുക എന്നത് സംബന്ധിച്ചുള്ള ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും താരിഫ് നടപ്പായിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ട്രംപിൻ്റെ വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ വലിയൊരു നിലപാട് അദ്ദേഹം തുടർച്ചയായി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് കാനഡ അമേരിക്കയുടെ 51ാമത് സ്റ്റേറ്റ് ആകണമെന്നൊരു മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ ഒരു നിലപാടാണ്. അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ വലിയ ചർച്ചയായി കാനഡയിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇദ്ദേഹം ഇപ്പോൾ പ്രധാനമന്ത്രിയായി സ്ഥാനമേൽക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ 55.9, കൃത്യമായി പറഞ്ഞാൽ 56% വോട്ട് നേടിയാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. കാനഡയുടെ ലിബറൽ പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്കും അതുപോലെ തന്നെ സ്വാഭാവികമായും പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ആഭ്യന്തരമായ പല പ്രശ്നങ്ങളും പാർട്ടിയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാർട്ടിക്ക് പിന്തുണ നൽകുന്ന പല രാഷ്ട്രീയ പാർട്ടികളും നമുക്കറിയാവുന്നതാണ്. ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി എന്നൊക്കെ പറയുന്ന ഖാലിസ്ഥാൻവാദികളുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയൊക്കെ ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പിന്തുണ നൽകിയിരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ പിന്തുണയൊക്കെ പിൻവലിക്കപ്പെടുകയും ഒരു വലിയ അസന്നിഗ്ധാവസ്ഥ അവിടെ രൂപപ്പെടുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിൻ ട്രൂഡോ രാജിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. അദ്ദേഹത്തിൻ്റെ രാജി നടന്നതിന് ശേഷം മറ്റൊരു സംവിധാനം വരുന്നത് വരെ അദ്ദേഹം താൽക്കാലികമായി അല്ലെങ്കിൽ ഒരു ഇൻറ്ററിം പ്രധാനമന്ത്രിയായി അവിടെ തുടരുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നത്. വൈകാതെ തന്നെ ഗവർണർ ജനറലിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിനോടനുബന്ധിച്ച് അദ്ദേഹം മാർക്ക് കാർണി പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുമെന്നാണ് ഏറ്റവും പുതിയ വിവരം നമുക്ക് ലഭ്യമാകുന്നത്. മറ്റൊരു സുപ്രധാനമായ വെല്ലുവിളി അദ്ദേഹം നേരിടേണ്ടത് ലിബറൽ പാർട്ടിയെ ഒക്ടോബർ 20 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നയിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്വം കൂടി അദ്ദേഹത്തിനുണ്ട്. ആ ഉത്തരവാദിത്വത്തിൻ്റെ കൂടി ഭാഗമായുള്ള നീക്കങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാർട്ടിയിൽ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ ലഭ്യമായിട്ടുണ്ട് എങ്കിൽ കൂടി ആ പാർട്ടിയുടെ നിലപാടുകളും പാർട്ടിയെ പിന്തുണയ്ക്കുന്ന മറ്റ് പാർട്ടികളുടെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി, അതായത് ഈ ഖാലിസ്ഥാൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന പാർട്ടി, അത്തരത്തിലുള്ള അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം തന്നെ ഈ ഒരു മുന്നണി സംവിധാനം പോലെ പ്രവർത്തിച്ച് അടുത്ത തവണ കൂടി ഭരണത്തിലേറുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ എത്ര കണ്ട് അത് പ്രായോഗികമാകുമെന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പിന് മാസങ്ങളുണ്ട്, ആ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണമുണ്ട്, നോട്ടിഫിക്കേഷൻ വരേണ്ടതുണ്ട്, അത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വലിയൊരു വെല്ലുവിളി അത്തരത്തിലും നേരിടുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇത് തന്നെയായാലും അമേരിക്കയുമായുള്ള ആ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് ട്രംപ് തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഒരു പക്ഷേ അത് നേരിടുക അല്ലെങ്കിൽ അതിനെ പരിഹരിക്കുക, ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുക എന്നത് തന്നെയായിരിക്കും കാർണിയുടെ ഏറ്റവും പ്രയോറിറ്റിയുള്ള കാര്യമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തന്നെയായാലും ഇപ്പോൾ പുതിയൊരു സംവിധാനം വരാനിരിക്കുന്നു. ഉടൻ തന്നെ അദ്ദേഹം അധികാരമേൽക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്.